ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ടോം ആൻഡ് ജെറി കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേക്കല്ല ഇത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് റവയാണ്. റവ 1 കപ്പ് റവ എടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കുറച്ച് സമയമെടുത്ത് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ഒരു 1-2 മിനിറ്റ് എടുക്കും. അത്രയും സമയമെടുത്ത് തന്നെ നല്ല ഫൈനായിട്ട് റവയൊന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത റവ നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചെടുത്ത 1 കപ്പ് റവയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പോളം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വാനില എസെൻസ് ആണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് തുടർന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം പൊടിച്ചുകൂടി ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇത് ഇതുപോലെ നല്ല തിളച്ച് വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ തീയൊന്നും കുറച്ച് വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് അല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു യെല്ലോ കളറാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ തിളച്ച് ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. എന്നിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാൻ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്പ്രിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഏതിലും നമുക്കിത് ഒഴിച്ച് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കേക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഫാനിൻ്റെ താഴെയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക. ഫാനിൻ്റെ കാറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആറുമ്പോൾ ഇത് തനിയെ അങ്ങ് സെറ്റാവും. സെറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒരു സ്പൂണാണ് വേണ്ടത്. ഈ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് സ്പൂണ്. എന്നിട്ട് നമുക്കിതുപോലെ റൗണ്ടിന് മെല്ലെ ഇതുപോലെ ഒന്ന് എടുത്തു കൊടുക്കാം. കണ്ടോ, ചുറ്റിനും ഇതുപോലെ അങ്ങ് ചുറ്റിച്ചങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഈ ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഈ സൈഡിലൊക്കെ ഈ ഡിസൈൻ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ ഡിസൈൻ കൊടുക്കുമ്പോഴും സ്പൂൺ ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം വേണം ഇതുപോലെ ഡിസൈൻ കൊടുക്കാൻ. എന്നാലേ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് വീട്ടിൽ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് നമ്മുടെ ടോം ആൻഡ് ജെറി കേക്ക്. ശരിക്കും ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. ഈ പേര് കൂടി കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവും ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.